ഹലോ, അസ്സാം വലൈക്കും. ഇതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, ഒരാഴ്ചയായി. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് ശരിയായത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയാമല്ലോ, നമ്മൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം, ഞാൻ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായേ. അപ്പോൾ ഇതാ രാവിലെ തന്നെയല്ലേ ഇവിടെ നിസ്കാരമെല്ലാം. അപ്പോൾ റൈസ്ക പള്ളിയിൽ പോയിട്ടുള്ളത്. നമ്മളിപ്രാവശ്യം പോയിട്ടില്ല കേട്ടോ. നല്ല ചൂടല്ലേ, റൈസ്കാരനെ പോയി വന്നിട്ടുണ്ട് പറയുന്നത് നല്ല ചൂടാന്ന്. അങ്ങനെ റൈസ്ക പോയി വരാനാകുമ്പോഴത്തേക്ക് നമ്മളടുത്ത് തന്നെയാണ് പള്ളി. ഞാനിതാ ചായ എല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ പുഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിനു. ബാക്കി അതിൻ്റെ ഒരു പാലിൻ്റെ ഒരു മിക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയാക്കലാണ്. കുട്ടികളെ ഞാൻ വിളിച്ചിരുന്നു. എല്ലാവരും കുളിച്ച് മാറ്റി എല്ലാം റെഡിയാണല്ലോ. പെൺകുട്ടിയൊക്കെ ഒന്ന് ഒരുങ്ങി സെറ്റാവാനെല്ലാം നല്ല ടൈം എടുക്കും. ആഹിലിനെ കുറേ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്ക് പിന്നെ ആൺകുട്ടികളെ ഒരുക്കം അറിയാമല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ലല്ലോ, കുറച്ചധികം ഒരുങ്ങണം അങ്ങനെയല്ലോ. അപ്പോൾ അവർ കുറച്ച് നേരത്തെ എണീച്ച് അവർ ഈ പ്രാവശ്യം ഒരു ദേശീയ സ്റ്റൈല് പിടിക്കാമെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, അവർക്ക് കംഫർട്ടബിളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ലൂസ് ജീൻസ് അല്ലെങ്കിൽ അങ്ങനെ ലൂസ് ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അപൂർവമായിട്ട് ഇങ്ങനെ സൽവാർസും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു പാകിസ്ഥാനി സൽവാർ ടൈപ്പില്ലേ, അതെടുത്തിന് ആയിഷയും ഫാത്തിമയും. പിന്നെ ദുവമോള് ഒരു ഓക്ക് അധികം ഇഷ്ടം അധികം ഇങ്ങനെ കുത്തി അങ്ങനെ അധികം ഇങ്ങനെ ഹെവി അല്ലാത്ത, ഓവർ വർക്കൊന്നും ഇല്ലാത്ത, എന്നാൽ ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഒക്കെ ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് അവർ റെഡിയാകുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെയും ഫ്രഷ് ആവലും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാനും കിച്ചണിലേക്ക് ഇറങ്ങീന്. ഇതിപ്പോൾ പുഡിങ്ങിൻ്റെ ആ ഒരു ബോൾസ് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിന്. നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യം ആ ഒരു ക്യാരറ്റ് ബോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാ ലിക്വിഡും ആക്കി. ഇപ്പം ഈ ഒരു ലിക്വിഡ് കുറച്ച് ലൂസായിട്ട് ഞാൻ ആക്കി തന്നെയാട്ടെ. ഇവിടെ ആയിഷക്കെല്ലാം അങ്ങനെ ഇഷ്ടം. തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്നുമില്ലേ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതുമല്ല കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. പിന്നെ മേലെ കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ ഇന്നലെ അപ്പത്തിൻ്റെ മാവെല്ലാം റെഡിയാക്കി വെച്ചിനു. കുക്കറിലേന് കേട്ടോ ഒഴിച്ച് വെച്ചാൽ അത് ഈ ഒരു ബൗളിലേക്ക് മാറ്റീന്. പിന്നെ ബീഫും റെഡിയാക്കി വെച്ചിനു. കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ വറവിടുന്ന ഞാൻ ചട്ടിയിലേക്ക് അങ്ങനെ കറി ഇങ്ങോട്ടേക്ക് മാറ്റുന്ന കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. മുളക് പൊടിയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ കറിക്കും നല്ലൊരു കളർ കിട്ടും. ഈ സമയത്ത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി, ആ ഒരു കളറിന് വേണ്ടി മാത്രം. ബീഫ് വേവിക്കുന്ന സമയത്ത് 2 മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. കുറച്ച് എരിവെല്ലാം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവാം. ഇപ്പം ഞാൻ കറി മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നും ചുട്ട് വെച്ചിട്ടില്ല. കാര്യം നമ്മൾ വേറെ റെഡിയായി ഒന്ന് ഫോട്ടോ എടുക്കാനെല്ലാം ഒന്ന് പുറത്തു പോയി വരാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചൂട് കൂടുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിന്.
ഐശ്വര്യ ഫാത്തിൻ്റെയും സൽവാർ ഞാൻ എടുത്ത സൂക്കിലുള്ള ഒരു ഷോപ്പ് നട്ടാ, അതിൻ്റെയും പേര് ഓർമ്മയില്ല. ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീലിൽ കണ്ടിട്ട് അങ്ങനെ നമ്മൾ പോയി നോക്കിയേനു. അപ്പോൾ അതിലെന്തെല്ലോ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ എനിക്കൊന്ന് ലോൺ മെറ്റീരിയലിനാണ് വരുന്നത്. ഇത് ഓർഗൻസ ആ ഒരു മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കും ഉണ്ട്. ദുവമോൾ ഉടുപ്പ് RNB ആണോ സെൻറ്റർ പോയിൻ്റ് ആണോ എന്ന് മറന്നു അതിന്. ഓക്കെ, ഇതുപോലെ അധികം ഹെവി വർക്കൊന്നും ഇല്ലാത്ത, ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ ലോങ് ആയിട്ടുള്ള ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സിനോടാട്ടോ താല്പര്യം. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ, മലയാളികളായിട്ടും അല്ലാണ്ടും അല്ല, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ആ ഒരു ഏരിയയിൽ. അങ്ങനെ ചെറിയൊരു ഭാഗത്തുനിന്ന് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ചൂടെടുക്കാൻ തുടങ്ങി എല്ലാവർക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഫുഡിന് മുന്നേ ഫസ്റ്റ് പുഡിങ്ങും ഇങ്ങനെ ഞാൻ ബ്രൗണി ഉണ്ടാക്കിയാണല്ലോ ഇന്നലെ, അപ്പം അതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാം അത് കഴിക്കുന്നുണ്ട്. 2 ടൈപ്പ് ഐസ്ക്രീം വാങ്ങിച്ചിനു. ഇവിടെ 2 ആൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമും ബാക്കിയുള്ളവർക്ക് വാനില, ഇങ്ങനെയല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് വാങ്ങിച്ച് അങ്ങനെ രണ്ടും കൂട്ടിയിട്ട് ഞാനും, ഇപ്പോൾ റൈസ്കാക്കാണെങ്കിൽ വാനില ഇഷ്ടം, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം. അപ്പം നമ്മളും ഇതുപോലെ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. ബ്രൗണീൻ്റെ കൂടെ ഇങ്ങനെ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഹെവി ക്രീം ഉണ്ടല്ലോ, അതെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അപ്പവും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് വെള്ളാപ്പത്തിൻ്റെ സെയിം ബാറ്റർ ആട്ടോ, പക്ഷേ ഞാനിതുപോലെ കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുക്കുക ചെയ്യുക. അതാ ഇവിടെ മക്കൾക്ക് ഇഷ്ടം. ഐശ്വര്യ വാ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് റീസ്കാൻ്റെ ഏട്ടനും മോനും വന്നിനേനും. പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുഡിങ്ങും ബ്രൗണിയും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അവർ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നാട്ടിലേക്കെല്ലാം അയച്ചാൽ അത് തന്നെയാണല്ലോ മെയിനായിട്ട്. നാട്ടിലാണെങ്കിലും നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ, അപ്പം അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ ലഞ്ചിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ മസാല ഇന്നലെ റെഡിയാക്കി വെച്ചിന്, ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക വേണ്ടു, പെട്ടെന്നാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഇന്നലെ ലേറ്റായിട്ട് കിടന്ന് പിന്നെ ഇന്ന് നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടക്കാനെല്ലാം പോകുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് തിന്നിട്ട് കിടക്കാം, അതാകുമ്പോൾ കുറച്ച് നേരം കിടക്കാമല്ലോ. ഇല്ലേ പിന്നെ ലേറ്റായിട്ട് ചോറും കഴിച്ച് എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു ഇടങ്ങാറാവും. അങ്ങനെ അവരവിടെ ഇരുന്നിട്ടുണ്ട്. അവിടെ ഞാൻ പെട്ടെന്ന് ചോറാക്കട്ടെ.
ചോറെല്ലാം റെഡിയായി. ഞാൻ കുറച്ച് നേരം പോയി ഒന്ന് കിടന്നിനു. പക്ഷെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഉറക്ക് റെഡിയാവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എന്നാലും ആ ഒരു തലവേദന ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി കിടന്നതാണ്. ഇതിപ്പോൾ ഞാൻ റൈസ് ഖാൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 ആളുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറ് ഞാനൊന്ന് പാക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്ന. അപ്പോൾ ഇതാട്ടോ നമ്മളെ മഷ്റൂം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഇതിൻ്റെ കൂടെ തൈരും എടുത്തിട്ടുണ്ടേനു. തൈരൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ആക്കി നോക്കിക്കോ. ആഹിലിന് നല്ല ഇഷ്ടമായി. പിറ്റേ ദിവസവും ആ റൈസ് ഉണ്ടോയെന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ അധികം സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് മെല്ലെ ഉറങ്ങാൻ പോയി. പിന്നെ മഗ്‌രിബിൻ്റെ എല്ലാം കുറച്ച് മുന്നേ ആയിട്ടാണ് എണീച്ചിന്. അപ്പോഴത്തേക്കും റൈസ് ഖാൻ്റെ പെങ്ങളെ മോളും ഫാമിലിയെല്ലാം ഉണ്ട്. അപ്പം അവർ വന്നിനു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റൈസ് ഖാൻ്റെ ഏട്ടനും മോനും അങ്ങനെ അവരും വന്ന്. അപ്പോൾ ഡിന്നറിന് റൈസ് ഖാൻ്റെ ഏട്ടനും മോനും ഉണ്ടേനു. അപ്പോൾ രാവിലെ ആക്കിയ സംഭവങ്ങളൊക്കെ തന്നെയാട്ടോ. ഇറച്ചി വരട്ടി ഓൾറെഡി ഉണ്ടേനു. പിന്നെ അപ്പത്തിൻ്റെ ബാറ്ററി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ആക്കീന്. പിന്നെ കുട്ടികളെല്ലാം ബിരിയാണി അയച്ചിന്. അപ്പം നമ്മൾ കുറച്ച് അപ്പവും കൂടെ റെഡിയാക്കി. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി തിന്ന് കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവരും പോയി. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞേരം എവിടെയാണ് പോകാമെന്നിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഐക്യേൻ്റെ ആ ഭാഗത്തേക്ക് പോയി കേട്ടോ. വെറുതെ ഒന്നും അങ്ങനെ പർച്ചേസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒന്ന് പുറത്തിറങ്ങാമെന്നുള്ള ഇതിൽ അങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഐക്യേൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് വന്നത്. എവിടെയാണ് പുറത്തിറങ്ങുക, വെറുതെ ഒന്ന് ഇറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നേട്ടാ. അല്ലാണ്ട് പർച്ചേസ് അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും 1-2 ഐറ്റംസ് എടുത്തു പോകും നമ്മളോട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. അങ്ങനെ ഒരു 2-3 ഐറ്റംസ് എടുത്തിനേനും. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം ഫുള്ളൊന്ന് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തിന്. പിന്നെ ഔട്ട്ഡോറൊന്നും പോലെ എന്തായാലും നടക്കൂല ഈ ചൂടത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടും 2-3 ദിവസം ലീവ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, സ്കൂളൊക്കെ ആയിട്ടും ഓഫീസും കാര്യങ്ങളൊക്കെ.
അപ്പോൾ അങ്ങനെ ആ ഒരു ലീവും കിട്ടീന്. വേറെന്താ, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.